പാഠം 652. ചില ധാരണാ പിശകുകൾ. ഹലോ, അതെ സത്യഭാമയാണ്. ആ, ശിവകുമാർ സാറോ? നമസ്കാരം സാർ. ആ, സദാൻ സാർ കേസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സാറിന് സമയമുണ്ടെങ്കിൽ ഇന്ന് വക്കീൽ ഓഫീസ് വരെ വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഓ, ആയിക്കോട്ടെ സാർ. ആ, ശരി. ആരായിരുന്നു? ആ, ടൗണി ഫിനാൻസ് കമ്പനി നടത്തുന്ന ശിവകുമാർ സാറ്. ഏരിയറ്റ് ഫിനാൻസ് മോഹനേട്ടൻ കേട്ടിട്ടുണ്ടാവും. ധാരാളം. കൊള്ളപ്പലിശയ്ക്ക് കാശ് കടം കൊടുത്ത് പാവപ്പെട്ടവനെ പറ്റിക്കുന്ന ഒരു ബ്ലേഡ് കമ്പനി അല്ലേ? എനിക്കറിയാം. ബ്ലേഡ് കമ്പനിക്കാരനുമായി നിനക്കെന്താ ഇടപാട്? കാശ് വായ്പ വാങ്ങാനാണോ? എലൈറ്റ് ഫിനാൻസ് നിന്ന് കാശ് വായ്പ വാങ്ങിയാൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും. കാശ് വായ്പ വാങ്ങാനൊന്നും അല്ല. അവരുടെ കേസുകൾ സ്ഥിരമായിട്ട് വാദിക്കുന്ന സദാൻ സാറല്ലേ. അവർക്കൊരു പുതിയ കേസ് വന്നിട്ടുണ്ട്. സദാൻ സാറിനാണെങ്കിൽ സമയമില്ല. അപ്പൊ പിന്നെ കേസ് അന്വേഷിച്ചു. എന്താണ് കേസ്? ഫിനാൻസ് കമ്പനിയുടെ കേസ് എന്തായിരിക്കും? കാശ് വായ്പ വാങ്ങിയ ആള് സമയത്ത് തിരിച്ചടച്ചില്ല. അയാളുടെ വീട് ജപ്തി ചെയ്യാൻ അനുവാദം ചോദിച്ചതിനോടൊരു കേസാ. എനിക്കറിയാമായിരുന്നു അത് തന്നെയായിരിക്കും കേസെന്ന്. ഹാമേ, അത്തരം കേസുകൾ വാദിക്കരുത് എന്ന് നിന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ അയാളുടെ ഗതികേട് കൊണ്ട് കിടപ്പാടം പണയം വെച്ച് കാശ് വാങ്ങും. ആ പണം അയാൾക്ക് സമയത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരും. ഉടനെ അയാളെ അയാളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വിടുന്നു. പണം കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ചു കൊടുക്കണ്ടേ മോനട്ടാ? കൊടുത്ത കാശ് തിരിച്ചു കിട്ടാണ്ട് വന്നപ്പോ ആര് ചെയ്തത്? ശിവകുമാർ സാറും ചെയ്തുള്ളൂ. അത് ബ്ലേഡ് കമ്പനിക്കാരുടെ ന്യായം. അവർക്ക് കാശ് കിട്ടണം, അല്ലെങ്കിൽ ഏത് സാധുവിനെയും അവർ പെരുവഴിയിൽ ഇറക്കി വിടും. ആയിക്കോട്ടെ, പക്ഷേ മാന്യനും സത്യസന്ധനുമായ കെ മോഹനേഷിന്റെ ഭാര്യ ആ കേസ് വാദിക്കുന്നത് ശരിയാണോ? ഞാനൊരു വക്കീലല്ലേ മോഹനട്ടാ? എല്ലാ കേസുകളും എനിക്ക് വാദിക്കണ്ടേ? അത് ശരിയല്ല. നീ ആ കേസ് വാദിച്ച് ജയിക്കുമായിരിക്കും. അങ്ങനെ വന്നാൽ ആ പണം കടം വാങ്ങിയ സാധു മനുഷ്യനും അയാളുടെ കുടുംബവും പെരുവഴിയിൽ ഇറങ്ങേണ്ടി വരില്ലേ? അയാൾക്കൊരു ഭാര്യ ഉണ്ടാവില്ലേ? കുട്ടികളുണ്ടാവില്ലേ? അയാൾ എങ്ങനെ ജീവിക്കും? അവരെല്ലാം കൂടി മനനൊന്ന് ശപിച്ചാൽ നിന്റെ പൊടി പോലും കാണില്ല. മോഹനേട്ടൻ പറയുന്നതിലെ ന്യായമൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ എന്റെ പോലെ ഒരു ജോലി ചെയ്യുമ്പോ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരില്ലേ? സദാനന്ദൻ സാറിനോട് കേസ് വാദിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ആരോ വന്നിട്ടുണ്ടേ, നോക്കട്ടെ. എന്താ ശശി? ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാമെന്നാ. എനിക്ക് പറയാനുള്ളത് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? വക്കീൽ അങ്ങനെ പറയല്ലേ. കഴിഞ്ഞതിന്റെ 9 മാസം തിരിച്ചു തരാമെന്നും പറഞ്ഞാണ് അയാള് കാശ് വാങ്ങിച്ചത്. ഇപ്പൊ മാസം 2 ഇതുവരെ തിരിച്ചു തന്നില്ല എന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കാതെ ഞാൻ എന്ത് ചെയ്യാനാണ്? എന്താ പ്രശ്നം? ഒന്നുമില്ല മോനട്ടാ, ഒരു കേസിന്റെ കാര്യ. എനിക്ക് ആ കേസ് വാദിക്കാൻ പറ്റില്ല. ഇന്നലെ ഞാൻ ശശിയോട് പറഞ്ഞതാണ്. പിന്നെ ഇവിടം വരെ വരേണ്ട കാര്യമുണ്ടോ? നീ അങ്ങനെ കിട്ടുന്ന കേസൊന്നും വിട്ടുള്ള ആളല്ലല്ലോ, പിന്നെന്ത് പറ്റി? ടൗണിൽ ഒരു ചെറിയ ചായക്കടുണ്ട് ഈ ശശിക്ക്. അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ടാണ് ഇയാൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പൈസ ഇടപാട് നടത്തുമ്പോ സൂക്ഷിക്കണ്ടേ? സ്ഥിരമായ കടയിൽ ചായ കുടിക്കാൻ വരാറുണ്ടായിരുന്ന ഒരാളെ ശശിയോട് കുറച്ച് കാശ് കടം ചോദിച്ചു. കുറച്ചല്ല, 20,000 രൂപ. ശശിയുടെ നല്ല സ്വഭാവത്തിന് ശശി കാശ് കൊടുത്തു. 1 മാസത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് ഒരു ചെക്കും കൊടുത്തിട്ട് അയാൾ കാശ് വാങ്ങിച്ചോണ്ട് പോയി. ഇപ്പൊ പറഞ്ഞ അവധി കഴിഞ്ഞ് 2 മാസമായി. കാശ് ഇതുവരെയായിട്ട് തിരിച്ചു കൊടുത്തിട്ടില്ല. അതിന്റെ പേരിൽ അയാൾക്കെതിരെ കേസിന് പോകണമെന്നാ ശശി പറയണത്. അങ്ങനെ കേസ് കൊടുക്കാൻ പറ്റില്ലേ? കേസ് കൊടുക്കാനൊക്കെ പറ്റും, പക്ഷെ എനിക്ക് സമയമില്ലല്ലോ മോഹനട്ടാ. വേറെ ഏതെങ്കിലും വക്കീലിനെ അന്വേഷിക്കാൻ ഞാൻ ഇന്നലെ ശശിയോട് പറഞ്ഞതാണ്. വേറെ വക്കീലന്മാരെ ഒന്നും എനിക്ക് പരിചയമില്ല, അതുകൊണ്ടാ. ഇങ്ങനെയൊക്കെയല്ലേ പരിചയപ്പെടുന്നത്? എന്തൊക്കെ പറഞ്ഞാൽ ഈ കേസൊക്കെ എന്നെ കൊണ്ട് പറ്റില്ല. ശശി ഇനി ഈ കാര്യം പറഞ്ഞ് ഇങ്ങോട്ടോ വക്കീൽ ഓഫീസിലേക്കോ വരേണ്ട യാതൊരു കാര്യമില്ല. മനസ്സിലായല്ലോ? പാവങ്ങളുടെ കേസ് വാദിക്കാൻ ഒരു വക്കീലിന് സമയമില്ല. ഇതൊക്കെ ദൈവം ചോദിച്ചോളും. അയ്യടാ, ദൈവത്തിന്റെ കാര്യം പറഞ്ഞ് പേടിപ്പിച്ചാൽ ഞാനങ്ങ് പേടിക്കുന്ന വിചാരിച്ചിരിക്കുന്നത്. നടന്നു തന്നെ.
നിയമത്തിന്റെ പേര് പറഞ്ഞാലും നിന്നെപ്പോലുള്ള വക്കീലന്മാർ പേടിക്കില്ല എന്നെനിക്കറിയാം. പക്ഷേ ഇതൊക്കെ ദൈവം കാണുന്നുണ്ട് എന്ന് ഓർത്തിരുന്ന നല്ലത്. മോഹനട്ട് രാവിലെ ഇത് എന്തിന്റെ കേടാണ്? എന്റെ കേസ് എന്റെ കാര്യമാണ്. അതെങ്ങനെ ചെയ്യണമെന്ന് ആലോചിക്കാനും തീരുമാനമെടുക്കാനും പ്രവർത്തിക്കാനും ഒക്കെ എനിക്കറിയാം. ഇനിയിപ്പോ എനിക്ക് മോഹനട്ടന്റെ സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് ചോദിച്ചോളാം. അങ്ങനെ നീ ചോദിക്കുന്നതിന് മാത്രം മറുപടി പറയാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇതൊരു വീടാണ്, ഞാൻ നിന്റെ ഭർത്താവ്. അപ്പോ നീ എന്തൊക്കെ ചെയ്യുന്നു എന്ന് എനിക്കറിയണം. തിരിച്ചും അങ്ങനെയാണെങ്കിൽ ഈ വ്യവസ്ഥ സമ്മതിക്കാൻ ഞാൻ തയ്യാറാ. മോഹനട്ടൻ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി ആഫീസിൽ ചെല്ലുന്നവരെ ആരൊക്കെ കാണുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ എന്നോടും പറയണം. ഇത് അങ്ങനത്തെ കാര്യമല്ലല്ലോ. നീ ആരോടൊക്കെ മിണ്ടുന്നു, ആരെയൊക്കെ കാണുന്നു എന്നൊന്നും അല്ലല്ലോ ഞാൻ ചോദിച്ചത്. നീ വാദിക്കുന്ന കേസുകളുടെ കാര്യമാണ്. കൊള്ള പലിശയ്ക്ക് കാശ് കൊടുത്ത് കോടികൾ സമ്പാദിക്കുന്ന ശിവകുമാറിനെ പോലുള്ള ബ്ലേഡ് കമ്പനിക്കാർക്ക് ഒരു കേസ് വന്നപ്പോ വാദിക്കാൻ നിനക്ക് സമ്മതം. ഒരു സാധാ ചായക്കടക്കാരന്റെ ഒരു കേസിന്റെ കാര്യം വന്നപ്പോ നിനക്ക് സമ്മതമല്ല. അതിനെ പറ്റിയാണ് എനിക്കറിയേണ്ടത്. അതെന്തിനാണ് മോഹനട്ടൻ അറിയുന്നത്? വില്ലേജ് ഓഫീസിൽ ഓരോ ആവശ്യങ്ങൾക്കായി ദിവസവും എത്ര പേര് വരുന്നുണ്ട്? അവർക്കൊക്കെ മോഹനയുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തോ, ആർക്കൊക്കെയാണ് കൊടുക്കാതിരുന്നത് എന്ന് ഞാൻ ചോദിക്കാറുണ്ടോ? അതുപോലെ അല്ലല്ലോ ഇത്. വില്ലേജ് ഓഫീസിൽ വരുന്ന ആർക്കും അവരുടെ കടലാസുകൾ ശരിയാണെങ്കിൽ ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട്. അതല്ലേ മോഹനയുടെ ജോലി. പക്ഷെ എന്റെ ജോലി അങ്ങനെ അല്ല. എന്നെ കാണാൻ വരുന്ന എല്ലാവരുടെയും കേസ് വാദിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോ എനിക്ക് സൗകര്യമായത് ഞാൻ തിരഞ്ഞെടുക്കുന്നു. നിനക്ക് സൗകര്യമായതെന്നല്ല പറയേണ്ടത്, നിനക്ക് ഒരുപാട് കാശ് കിട്ടുന്നത് എന്ന് പറയണം. ഭാമേ, നീ ഒരു വക്കീല് മാത്രമല്ല, ഒരു സാമൂഹ്യ ജീവി കൂടിയാണ്. നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചില ഉത്തരവാദിത്തങ്ങൾ കൂടിയുണ്ട്. പാവപ്പെട്ടവരെ നമുക്ക് പണം കൊടുത്ത് സഹായിക്കാൻ പറ്റിയില്ല എന്ന് വരാം. പക്ഷേ വേറെ എന്തെല്ലാം തരത്തിൽ സഹായിക്കാൻ പറ്റും? എങ്ങനെയാ മോഹനേട്ടാ? ഇപ്പോ ഇവിടെ വന്ന ശശി എന്ന മനുഷ്യൻ, അയാൾ ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. അയാളെ മറ്റൊരാൾ പറ്റിച്ച കേസുമായി വരുമ്പോ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ പണം പോലും വാങ്ങാതെ കേസ് വാദിച്ചേനെ. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഒരു കേസും ഫീസ് വാങ്ങി വാദിക്കാൻ പറ്റില്ല. അത്രേ ആളുകള് പാവപ്പെട്ട മനുഷ്യരാണ് അവിടെ വരുന്നത്. അവരെയൊക്കെ സഹായിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ മോനേട്ടാ? എല്ലാവരെയും സഹായിക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പൊ വന്ന മനുഷ്യൻ, അയാൾ ആ കേസിന്റെ കാര്യം പറയാൻ ഇവിടം വരെ വന്നു എന്നെങ്കിൽ നിനക്ക് ചിന്തിച്ചൂടെ? ആ മര്യാദകൾ അയാൾ കാണിക്കട്ടെ. എന്ത് ഉത്തമന ചെന്ന് ഉത്തമം വന്ന് എന്തിനാ നോക്ക്. എന്റെ കാര്യങ്ങൾ ഞാൻ നോക്കാം. ഓ നമസ്കാരം സാർ. സാറേ, യോഹന്നാൻ കോൺട്രാക്ടറുടെ പോക്ക് വരവിന്റെ കാര്യം ഒന്നുകൂടെ പറയാൻ വേണ്ടി വന്നതാണ്. അയാൾ ഇന്ന് രാവിലെ എന്റെ വീട്ടിൽ കയറി വന്നു. ഞാൻ പറഞ്ഞാലേ മോഹനയുടെ സാറ് കേക്കൂ എന്നും പറഞ്ഞോണ്ട് ഒറ്റ ഇരിപ്പാണ്. ഉത്തമനല്ല, ഇനിയിപ്പോ റവന്യൂ മന്ത്രി പറഞ്ഞാലും ആ പോക്ക് വരവ് നടക്കില്ല. മേലിൽ അക്കാര്യം പറഞ്ഞ് വില്ലേജ് ഓഫീസിലേക്ക് വരരുതെന്ന് ഞാൻ അയാളോടും പറഞ്ഞിട്ടുണ്ട്. സാറേ, വില കുറച്ച് കാണിച്ച് ആധാരം രജിസ്റ്റർ ചെയ്തത് തെറ്റായി പോയി എന്ന് പുള്ളിക്കാരൻ അറിയാം. ഓ, അതിന്റെ പിഴ അടച്ചോളാന്ന് പറയുകയും ചെയ്തു എന്റെ അടുത്ത്. അത്തരം ഉറപ്പുകളിലൊന്നും കെ മോഹനകൃഷ്ണൻ വിശ്വസിക്കില്ല. നമ്മുടെ നാട്ടിലെ ചില അത്യാഗ്രഹികളായ വക്കീലന്മാരെ പോലെ അല്ല ഞാൻ. എനിക്ക് പണത്തെക്കാൾ വലുത് സത്യസന്ധതയും മര്യാദയുമാണ്. സാർ ആ പറഞ്ഞത് ഈ നിൽക്കുന്ന വക്കീലിനെ കുറിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് കാര്യം മനസ്സിലായില്ല. ഞാൻ പറഞ്ഞത് ഉത്തമ, എലൈറ്റ് ഫിനാൻസ് എന്ന ബ്ലേഡ് കമ്പനിയെ പറ്റി ഉത്തമൻ അറിയാലോ? ഓ അറിയാം സാറേ. അത് ശിവകുമാർ സാർ നടത്തുന്ന സ്ഥാപനമല്ലേ? ആ കമ്പനി അന്യായ പലിശയ്ക്ക് കാശ് കൊടുത്തിട്ട് കാശ് തിരിച്ചു കിട്ടാനായി ഒരു പാവപ്പെട്ടവനെതിരെ കേസ് കൊടുക്കും. അത് വാദിക്കാൻ പോകുന്നത് ആരാ? സത്യഭാമ വക്കീലല്ലേ? അത്താഴപ്പട്ടിണിക്കാരനായ ഒരാളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായി ഒരു പലിശക്കാരന്റെ കേസ് വാദിക്കുക എന്ന് പറയുന്നത് മനസാക്ഷിയുള്ളവർ ചെയ്യുന്ന കാര്യമാണോ? എലൈറ്റ് ഫിനാൻസിന്റെ മുഴുവൻ കേസുകളും വാദിക്കുന്ന സദാനന്ദ സാറല്ലേ? സാർ എന്നെ ഒരു കേസ് ഏൽപ്പിക്കുമ്പോ ഞാനതെങ്ങനെ പറ്റില്ല എന്ന് പറയാ? അത് ശരിയാണ് സാറേ. ആ കമ്പനിയുടെ ബാക്കി കേസൊക്കെ വാദിക്കുമ്പോ ഇത് വാദിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ശരി, സമ്മതിച്ചു. പക്ഷേ ടൗണിൽ ചായക്കട നടത്തി ജീവിച്ചു പോകുന്ന ശശി എന്നൊരു മനുഷ്യന്
വേറൊരാൾ പറ്റിച്ചിട്ട് പോയ കേസ് വന്നപ്പോൾ ഇവള് വാദിക്കാൻ തയ്യാറാകുന്നില്ല. അത് ന്യായം. അതിന്റെ ന്യായം ഞാൻ പറഞ്ഞല്ലോ മോഹനേട്ടാ. എന്താ പറഞ്ഞെന്ന്? എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ സുഹൃത്തിനെതിരെയാണ് ആ കേസ്. അങ്ങനെ ഒരു കേസ് ഞാൻ വാദിക്കുന്ന എങ്ങനെയാ? എന്ത് നുണ. കേസ് വാദിക്കാതിരിക്കാനുള്ള മുടന്ത ന്യായം. എലൈറ്റ് ഫിനാൻസിലെ ശിവകുമാറിന്റെ കേസ് വാദിച്ചാൽ കൈ നിറയെ കാശ് കിട്ടും, വേറെ കേസും കിട്ടും. പക്ഷേ ആ പാവം ചായക്കടക്കാരന്റെ കേസ് വാദിച്ചാൽ കുറച്ച് പൈസ കിട്ടൂ, വേറെ കേസ് കിട്ടാൻ പോകുന്നില്ല. അതാണ് സത്യം. ഉത്തമ, യോഹന്നാൻ കോൺട്രാക്ടറുടെ ആധാരം പോക്കുവരവ് ചെയ്ത് കൊടുത്താൽ ഞാൻ ചോദിക്കുന്ന കാശ് അയാൾ എനിക്ക് തരും. അറിയാലോ? അറിയാം. പക്ഷേ കെ മോഹനേഷ് സാറ് കൈക്കൂലി വാങ്ങൂലല്ലോ. വാങ്ങില്ല. കാരണം കെ മോഹനേഷിന് സത്യമാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് യോഹന്നാൻ കോൺട്രാക്ടറുടെ ആധാരം ഈ നൂറ്റാണ്ടിൽ ഞാൻ പോക്കുവരവ് ചെയ്ത് കൊടുക്കില്ല. പക്ഷേ ഭാമ ശിവകുമാർ സാറിന്റെ കേസ് വാദിച്ച് കാശുണ്ടാക്കും. പാപം ശശിയുടെ കേസ് വാദിക്കേയില്ല. ഈ മോഹനേഷ് സാർ ഇങ്ങനെ വാശി പിടിച്ച കഷ്ടമാണ് നോക്കിയില്ലേ. ആ പോക്കോരോ ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് കാശ് കിട്ടുമായിരുന്നു. മനുഷ്യരെ സത്യസന്ധമായി ജോലി ചെയ്ത് ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? പണി നോക്കി പോവാൻ നോക്ക്. അയ്യടാ, ഒരു പോക്കോര് കൊണ്ട് വന്നിരിക്കുന്നു. ബെസ്റ്റ് ഭാര്യയും അതിനേക്കാൾ ബെസ്റ്റ് ഭർത്താവും. ഉത്തമനാള് കൊള്ളാട്ടോ മോഹനേട്ടാ. ഞാനും മോഹനേട്ടനും തമ്മിൽ എന്തോ വഴക്ക് നടക്കുകയാണെന്ന് കരുതി എന്നോട് പറയാ യോഹന്നാൻ കോൺട്രാക്ടറുടെ പോക്കുവരവിന്റെ കാര്യം ഞാൻ പറയണമെന്ന്. ഞാനെന്താ പറഞ്ഞെന്ന് മോഹനേട്ടൻ അറിയാമോ? എന്റെ മോഹനേട്ടൻ ഭയങ്കര സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ ഒരാളെ വഴിതെറ്റിക്കാൻ നോക്കിയാൽ ഉത്തമൻ വിവരം അറിയുന്നു. ഞാൻ സത്യസന്ധനും മാന്യനുമായതുകൊണ്ട് കാര്യമില്ലല്ലോ. എന്റെ ഭാര്യ കൂടി അങ്ങനെ ആയിരിക്കണം. ഞാൻ എന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് സത്യം മാത്രമേ ചെയ്യൂ. നീ പണമുണ്ടാക്കാനായി അന്യായം മാത്രമേ കാണിക്കൂ. ഞാൻ എന്ത് ചെയ്യുന്ന ഈ മോഹനേട്ടൻ പറയണത്? കൊറേ നേരമായല്ലോ മോഹനേട്ടൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. മോഹനേട്ടാ, ശിവകുമാർ സാർ ബ്ലേഡ് കമ്പനി നടത്തുന്ന ആളായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ കേസ് എനിക്ക് വാദിക്കാതിരിക്കാൻ പറ്റില്ല. ശിവകുമാറിന്റെ കാര്യം വിട്. ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ വന്നിട്ട് പോയ ശശിയുടെ കാര്യമാ. അയാളുടെ കേസ് വാദിച്ചാൽ നിനക്ക് എന്താ കുഴപ്പം? ഞാൻ മോഹനേട്ടോട് പറഞ്ഞല്ലോ, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ സുഹൃത്താണ് ആ കേസിലെ പ്രതി. അങ്ങനെ ഒരു കേസിൽ ഞാൻ വാദിക്കുന്ന എങ്ങനെയാ മോഹനേട്ടാ? വക്കീലാണെന്ന് കരുതി നല്ല ബന്ധങ്ങളെ കളഞ്ഞു വിളിക്കാൻ പാടുണ്ടോ? ഇതാണ് നീയും ഞാനും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോ ഇവിടുന്ന് പോയ ഉത്തമൻ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളല്ലേ? ആണ്. ആണ്. ഉത്തമൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞ എത്രയോ കാര്യങ്ങൾ ഞാൻ നടത്താതിരുന്നിട്ടുണ്ട്. നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ സ്വന്തവും ബന്ധവും അല്ല നോക്കേണ്ടത്, ന്യായം ആരുടെ പക്ഷത്താണ് എന്ന് മാത്രമാണ്. ഇതൊന്നും നടക്കില്ല മോഹനേട്ടാ. ഹമേ, ഇവിടെ വന്ന ശശി ഒരു സാധാ ചായക്കടക്കാരനാണെന്ന് എനിക്കറിയാമല്ലോ. അറിയാം. അയാളുടെ കടയിൽ ചായ കുടിക്കാൻ വന്നൊരു പരിചയക്കാരൻ ശശിയുടെ കയ്യിൽ നിന്ന് 20,000 രൂപ വാങ്ങി എന്നതിന് ഉറപ്പാണോ? അതെ. അയാൾ പറഞ്ഞ സമയത്ത് ആ പൈസ തിരിച്ചു കൊടുത്തില്ല എന്നത് സത്യമാണോ? അതെ. ശശിയെ പോലെ ഒരു പാവം ചായക്കടക്കാരന് 20,000 രൂപ വലിയൊരു തുകയാണെന്ന് നിനക്കറിയാമോ? മോഹനേട്ടാ, ഇങ്ങനെ പോലീസുകാർ ചോദിക്കുന്നതല്ല ചോദിച്ചുകൊണ്ടിരിക്കണ്ട. മോഹനേട്ടൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ഈ കേസിൽ ന്യായം ശശിയുടെ പക്ഷത്താണ് താനും. പക്ഷെ ശശിയുടെ കേസ് വാദിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞല്ലോ മോഹനേട്ടാ, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ അടുത്ത സുഹൃത്താണ് ഈ പ്രതി. ആ കേസ് ഞാൻ പിന്നെ എങ്ങനെ വാദിക്കാനാണ്? ദേ മോഹനേട്ടാ, മോഹനേട്ടൻ നീ എന്തൊക്കെ പറഞ്ഞാലും ആ പരിപാടിക്ക് ഞാനില്ല. മോഹനേട്ടൻ വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയാം. എന്നാലും ശിശുപാലൻ ചേട്ടന് മോഹനേഷ് സാറിന്റെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ. ഇന്നലെ വൈകുന്നേരം സഹദേവ് സാറിന്റെ വീട്ടിൽ പോകാൻ പറഞ്ഞല്ലേ? പോയില്ലെന്ന് ആര് പറഞ്ഞു?
ഞാൻ പോയതാ. സഹദേവൻ സാർ അവിടെ ഇല്ലാത്തത് എന്റെ കുറ്റം കൊണ്ടാ. എനിക്ക് തോന്നുന്നില്ല. ശിശുപാലൻ ചേട്ടൻ മിക്കവാറും വൈകിട്ട് കൂട്ടുകാരുടെ കൂടെ കൂടി സ്മോൾ അടിക്കാൻ പോയി കാണും. അപ്പോ മോഹനേഷ് സാർ പറഞ്ഞത് മറന്നുപോയി കാണും. ദേ കാഞ്ചന സാറേ, വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി മോഹനേഷ് സാറിനെ കൊണ്ട് എന്നെ ചീത്ത വിളിപ്പിക്കരുത്. ഇന്നലത്തെ ദിവസം ഞാൻ ഒരു തുള്ളി കള്ളു കുടിച്ചിട്ടില്ല. എങ്ങനെ കുടിക്കും? ആപ്പീസ് വിട്ട് നേരെ പോയത് സഹദേവൻ സാറിന്റെ വീട്ടിലേക്കാ. അവിടെ ചെന്നപ്പോ സാറ് പുറത്തു പോയെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് നേരെ എന്റെ വീട്ടിൽ ചെന്ന് ചായയും കുടിച്ച് കുളിച്ച് റെഡിയായി പിന്നെയും സഹദേവൻ സാറിന്റെ വീട്ടിൽ ചെന്നു. അപ്പോഴാള് വന്നിട്ടില്ലെന്നേ. സ്വയംവരം സാറിന് അറിയാമോ, രാത്രി 9 മണി വരെ ഞാൻ അവിടെ വന്നു. ശിശുപാല, പറഞ്ഞൊക്കെ ഞാൻ കേട്ടു. സഹദേവന്റെ അടുത്ത് നിന്ന് ഇന്നലെ തന്നെ ആ ഫയൽ വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? സഹദേവൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്തുകൊണ്ട് എന്നെ വിളിച്ച് പറഞ്ഞില്ല? അല്ല സാറേ, ഇന്ന് രാവിലെ സഹദേവന്റെ വീട്ടിൽ പോയി ആ ഫയല് വാങ്ങാന്നാ കരുതിയെ. അതെങ്ങനെ പറ്റും? സഹദേവൻ ഇന്ന് വെളുപ്പിന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഞാൻ പറഞ്ഞതല്ലേ? അതുകൊണ്ടാണല്ലോ ഫയൽ ഇന്നലെ തന്നെ വാങ്ങാൻ പറഞ്ഞത്. ശിശുപാല, സംഭവിച്ചെന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഫയലിന്റെ കാര്യം മറന്ന് ശിശുപാലൻ വേറെന്തോ വഴിക്ക് പോയി. ഇന്ന് രാവിലെയാണ് ഓർത്തത്. ഓടി സഹദേവന് വീട്ടിൽ ചെന്നപ്പോ സഹദേവൻ അമ്മയുടെ ഓപ്പറേഷൻ നടക്കുന്നത് കൊണ്ട് തിരുവനന്തപുരത്തേക്ക് പോയി. സത്യമായിട്ട് ഞാൻ ഇന്നലെ പോയതാ സാർ. വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. സഹദേവൻ സാറിന്റെ ഭാര്യയും തിരുവനന്തപുരത്താ. വീട്ടിൽ ആരുമില്ല. ഞാനത് വിശ്വസിക്കില്ല. കാരണം സഹദേവൻ അങ്ങനെ വൈകിട്ട് പുറത്തധികം കറങ്ങി നടക്കുന്ന ഒരാളല്ല. പ്രത്യേകിച്ചും സഹദേവന്റെ അമ്മ ആശുപത്രിയിൽ കിടക്കുമ്പോ അത് നാടൂറ്റാൻ പോകും. പൈസയുടെ ആവശ്യത്തിന് വല്ലതും പോയതായിരിക്കും സാർ. അമ്മ ആശുപത്രിയിലായതോടെ സഹദേവൻ സാർ വലിയ കടത്തില. ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങിയിട്ടുണ്ട്. പൈസ തികയാത്തോണ്ട് ആരോടെങ്കിലും വാങ്ങാൻ പോയതാവും. പൈസ ആവശ്യമുണ്ടെങ്കിൽ സഹദേവൻ എന്നോട് ചോദിക്കാൻ വരുന്നല്ലോ. സാറിന് കുറച്ചാൾ മുമ്പ് വാങ്ങിയ പൈസ തിരിച്ചു തരാനുണ്ടല്ലോ. അത് തരാതെ പിന്നെ എങ്ങനെ ചോദിക്കും സാർ? അതുകൊണ്ടായിരിക്കും. ടൗണിൽ താലൂക്ക് ഓഫീസിനടുത്ത് ചായക്കട നടത്തുന്ന ശശിയുടെ കയ്യിൽ നിന്ന് സഹദേവൻ സാർ കാശ് കടം വാങ്ങിയിട്ടുണ്ട്. 20,000 രൂപ. അതിപ്പോ 2-3 മാസമായി. ആ കാശ് തിരിച്ചു കിട്ടണമെന്നും പറഞ്ഞിട്ട് സഹദേവൻ സാറിനെതിരെ കേസ് കൊടുക്കാൻ നടക്കുക ശശി. അവൻ വിളിച്ചിട്ട് സഹദേവൻ സാറ് ഫോൺ പോലും എടുക്കുന്നില്ല എന്ന് ശശി എന്നോട് പറഞ്ഞു. ശശി കരുതിയിരിക്കുന്നത് സഹദേവൻ സാറ് പറ്റിക്കണമെന്നാ. പക്ഷെ സാറിന്റെ അവസ്ഥ നമുക്കല്ലേ അറിയൂ. അപ്പോ സഹദേവനാണ് ശശിക്ക് 20,000 രൂപ കൊടുക്കാനുള്ള ആൾ. എന്താ പ്രശ്നം? ഒന്നുമില്ല മോനട്ടാ, ഒരു കേസിന്റെ കാര്യ. എനിക്ക് ആ കേസ് വാദിക്കാൻ പറ്റില്ല. ഇന്നലെ ഞാൻ ശശിയോട് പറഞ്ഞതാണ്. പിന്നെ ഇവിടം വരെ വരേണ്ട കാര്യമുണ്ടോ? നീ അങ്ങനെ കിട്ടുന്ന കേസിന് വിട്ടുകളയുന്ന ആളല്ലല്ലോ. പിന്നെന്ത് പറ്റി? ടൗണിൽ ഒരു ചെറിയ ചായക്കടയുണ്ട് ഈ ശശിക്ക്. അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ടാണ് ഇയാൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പൈസ ഇടപാട് നടത്തുമ്പോ സൂക്ഷിക്കണ്ടേ? സ്ഥിരമായ കടയിൽ ചായ കുടിക്കാൻ വരാറുണ്ടായിരുന്ന ഒരാളെ ശശിയോട് കുറച്ച് കാശ് കടം ചോദിച്ചു. കുറച്ചല്ല, 20,000 രൂപ. ശശിയുടെ നല്ല സ്വഭാവത്തിന് ശശി കാശ് കൊടുത്തു. 1 മാസത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് ഒരു ചെക്കും കൊടുത്തിട്ട് അയാൾ കാശ് വാങ്ങിച്ചോണ്ട് പോയി. ഇപ്പൊ പറഞ്ഞ അവധി കഴിഞ്ഞ് 2 മാസമായി. കാശ് ഇതുവരെയായിട്ടും തിരിച്ചു കൊടുത്തിട്ടില്ല. അതിന്റെ പേരിൽ അയാൾക്കെതിരെ കേസിന് പോകണമെന്നാ ശശി പറയണത്. സാർ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. ഹലോ, അതെ. ആ ശശി, ഞാൻ രാവിലെ പറഞ്ഞതല്ലേ ആ കേസ് എനിക്ക് ബാധിക്കാൻ പറ്റില്ല എന്ന്. ശശിയുടെ ഈ പെരുമാറ്റം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തെ വക്കീലായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ തോന്നൂലോ. കിട്ടിയോ? ഇന്നോ?
ആഹാ, അതെന്തായാലും നന്നായി. ഇപ്പൊ മനസ്സിലായല്ലോ ഞാൻ രാവിലെ കേസ് ഏക്കാതിരുന്നത് നന്നായി എന്ന്. ആര്? ശശി എന്താ ഈ പറയുന്നത്? അല്ല അത് ശശി കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. മോളോട് ശരിക്കും പൈസ കൊടുത്തോ? അതെന്തിനാ? സഹദേവന്റെ കഷ്ടപ്പാടുകൾ എനിക്കറിയാലോ. അമ്മ ആശുപത്രിയിലായതോടെ ഒരുപാട് കടബാധ്യതയായി. എനിക്ക് നേരത്തെ വാങ്ങിയ കുറച്ച് പൈസ തരാനുള്ളത് കൊണ്ടാ എന്നോട് ചോദിക്കായിരുന്നത്. പക്ഷേ ഒരാളുടെ പ്രയാസത്തെ പറ്റി അറിഞ്ഞാൽ നമ്മൾ സഹായിക്കണ്ടേ? സഹദേവൻ എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അതറിയാവുന്ന കൊണ്ടല്ലേ ശശി എന്നെ കാണാൻ വന്നപ്പോ ആ കേസ് ബാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞത്. മോഹനേട്ടന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെതിരെ ഞാൻ എങ്ങനെ കേസ് ബാധിക്കാനാണ്? പക്ഷേ സഹദേവനാണ് ശശിക്ക് പൈസ കൊടുക്കാനുള്ളത് എനിക്കറിയില്ലായിരുന്നു. ശശിയെ പോലെ ഒരു പാവപ്പെട്ട മനുഷ്യന് ഒരാവശ്യം വന്നപ്പോ നീ സഹായിക്കാതിരുന്ന എനിക്ക് തോന്നിയത്. ഞാൻ അങ്ങനെ ചെയ്യോ മോഹനേട്ടാ? ശശി പാവമാണെന്നും അയാളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്നും എനിക്കറിയായിരുന്നു. പക്ഷെ കേസ് സഹദേവനെതിരാന്ന് പറഞ്ഞപ്പോ ഞാൻ ഒഴിവായി. പക്ഷേ കേസ് സഹദേവനെതിരെയാണെന്നുള്ളത് നീ എന്നോട് പറയാത്തോണ്ടല്ലേ ഈ വഴക്കൊക്കെ ഉണ്ടായത്? ഞാൻ പറഞ്ഞായിരുന്നല്ലോ. നീ പറഞ്ഞില്ല. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ സുഹൃത്താണ് പൈസ കൊടുക്കാനുള്ളത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് സഹദേവനാണെന്ന് ഞാൻ എങ്ങനെ അറിയും? സഹദേവനല്ലാതെ മോഹനേട്ടന് വേറെ ആരൊരു സുഹൃത്തുള്ളത്? പക്ഷെ എന്റെ കാര്യം നീ പറഞ്ഞില്ലല്ലോ. പറഞ്ഞല്ലോ. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ എന്റെ മോഹനേട്ടനല്ലേ. മോഹനേട്ടനല്ലാതെ വേറെ ആരാ എനിക്ക് വേണ്ടപ്പെട്ടയാള്? എന്നാലും അത് പറയാമായിരുന്നു. ചില കാര്യങ്ങൾ പറയാതെ മനസ്സിലാക്കാൻ പഠിക്കണം. ആ വിദ്യ വില്ലേജ് ഓഫീസർക്ക് അറിയാത്തത് കൊണ്ടാണ് പ്രശ്നമായി പോയത്. ആണോ? ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് സത്യഭാമ ചെയ്തൊരു നല്ല കാര്യത്തിന്റെ പേരിലാണ് മോഹനകൃഷ്ണൻ വഴക്കുണ്ടാക്കിയത്. എന്തെങ്കിലും കാണാതെ വക്കീൽ ഇങ്ങനെ ഒരു വാശി പിടിക്കില്ല എന്ന് വില്ലേജ് ഓഫീസർക്ക് വിചാരിക്കാമായിരുന്നു. അതുണ്ടായില്ല. എന്തായാലും ഭാര്യയുടെ മനസ്സിലെ നന്മ ഭർത്താവിന് വൈകിയാണെങ്കിലും ബോധ്യപ്പെട്ട നിലയ്ക്ക് ഇന്നത്തേക്ക് വിടാം.